സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തും. ഹരികൃഷ്ണ വിശദമാക്കും കൂടുതൽ കാര്യങ്ങൾ. ഹരികൃഷ്ണ, നമസ്കാരം. കൂടുതൽ ജില്ലകളിൽ വ്യാപകമായി തന്നെ ജാഗ്രത വേണമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന നിർദ്ദേശം. ഈ കാലവർഷം ഇനി എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തുക? കൂടുതൽ കരുത്താർജിച്ച് എപ്പോഴത്തേക്കാണ് നമുക്ക് കാലവർഷം ലഭ്യമാവുക? വിശദാംശങ്ങൾ എന്താണ്? കാലവർഷത്തിന് മുന്നോടിയായി കേരളത്തിൽ ലഭിക്കുന്ന മഴയാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. 4 ദിവസം അതിതീവ്ര മഴ കേരളത്തിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പിൽ പറയുന്നത്. കൂടുതൽ ശ്രദ്ധ വേണ്ടത് വടക്കൻ കേരളത്തിൽ തന്നെയാണ്. മാത്രമല്ല, മലയോര മേഖലകളിലടക്കം കൃത്യമായ ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രവചനമനുസരിച്ച് മെയ് 27-ന് 4 ദിവസം മുൻപോ 4 ദിവസം ശേഷമോ കാലവർഷം കേരളത്തിൽ എത്തുമെന്നാണ് പ്രവചനം. പക്ഷേ ഇപ്പോൾ തന്നെ അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമായി മാറും. അതിൻ്റെ സ്വാധീനത്താലാണ് ഈ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാവുന്നത്. വടക്കൻ കേരളത്തിലും അവിടുന്ന് മുകളിലേക്കുമായിരിക്കും കൂടുതൽ മഴ സാധ്യത എന്നാണ്. അതായത് തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിലും ഒപ്പം കർണാടക തീരങ്ങളിലും ഒക്കെ ആയിരിക്കും കൂടുതൽ മഴ സാധ്യത എന്നാണ് പ്രവചനം. മാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത്. 22-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ളതാണ് ജാഗ്രതാ നിർദ്ദേശമായി നൽകുന്നത്. ശരി, ഹരികൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.